ഈ പ്രൊഫ്കോണിന്റെ പ്രോജ്വലമായ വേദിയിലേക്ക് കടന്നു വന്ന എന്റെ അനിയ സുഹൃത്തുക്കളോടും എന്റെ അനുജത്തിമാരോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇവിടെ നടക്കുന്ന ഓരോ സംസാരങ്ങളും എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലേക്ക് വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ രക്ഷിതാവ് അനുഗ്രഹമായി ഓരോ മനുഷ്യന്റെ ശരീരത്തിലും അല്ലാഹു തആല നൽകിയ ആ ഹൃദയം എന്ന് പറയുന്ന മനുഷ്യ ശരീരത്തിന്റെ ഏറ്റവും വലിയ ആ അവയവം, പ്രിയപ്പെട്ടവരെ നിങ്ങൾ നോക്കൂ, അവിടെ നിന്ന് ചിന്തകളും ആലോചനകളും തലച്ചോറും അതുപോലെ തന്നെ ഹൃദയവും അതുപോലെ ശരീരത്തിന്റെ ആ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം ആലോചിക്കുക, അവിടെ നിന്നൊരു വിശ്വാസിയുടെ ചിന്ത, അവിടെ ഒരു വിശ്വാസിയുടെ ആലോചന, റബ്ബേ എനിക്കിത് കേട്ടതിൽ നിന്ന് എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ ചിന്താമണ്ഡലങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇറങ്ങിച്ചെന്നിട്ടുണ്ട്. അതനുസരിച്ച് നന്മയുടെ ഋജുവായ പാതയിൽ നടക്കാൻ, ഇല്ല ചീത്ത കൂട്ടുകെട്ടുകളെ വലിച്ചെറിയാൻ, വേണ്ടെന്ന് വെക്കുവാൻ, പടച്ചവനെ അധാർമികതയോട് രാജി പറയാൻ, അതിനാണ് പ്രിയപ്പെട്ടവരെ പ്രൊഫ്കോൺ. അതിനാണ് പ്രൊഫ്കോൺ. ഇവിടെ വന്ന് 3 ദിവസം കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം. ബസ്സിൽ യാത്ര തിരിച്ചു പോകുമ്പോ അവിടെ വെച്ച് പ്രഖ്യാപിക്കാൻ കഴിയണം. തന്റെ ഉമ്മയോട് തട്ടിക്കേറി കയർത്തു സംസാരിച്ചവർ ഉമ്മയോട് മാപ്പ് പറയണം. ഉപ്പയെ അനുസരിക്കാതെ വർത്തമാനങ്ങൾ പറഞ്ഞവർ ചേർത്ത് പിടിക്കണം. നമുക്ക് ജന്മം നൽകാൻ കാരണക്കാരാക്കി റബ്ബ് വെച്ച ഉമ്മയോടും വാപ്പയോടും ചെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട്, ഉമ്മ എന്റെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ട്, ഉപ്പ എന്റെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ട്, ഞാൻ പ്രൊഫ്കോൺ കഴിഞ്ഞു വരികയാണ്, എനിക്കൊരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു, എനിക്ക് നിങ്ങൾ മാപ്പ് തന്നില്ലെങ്കിൽ എന്റെ പരലോകം നഷ്ടപ്പെടും, എന്റെ പാരത്രിക ലോകം നഷ്ടപ്പെടും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾ എനിക്ക് മാപ്പ് നൽകണേ എന്ന നിലക്ക് ആ ഉമ്മയോട് മാപ്പ് ചോദിക്കാൻ, ആ വാപ്പയോട് മാപ്പ് ചോദിക്കാൻ, അധാർമികതയോട് രാജി പറയാൻ, അതിനാണ് പ്രൊഫ്കോൺ എന്ന് പറയുന്ന ഈ വേദിയിലേക്ക് വന്നിട്ടുള്ളത്.